ഇന്ന് നമുക്ക് വളരെയധികം ആളുകൾ സംശയം ചോദിക്കുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്ന് പറയുന്ന വിഷയത്തിനെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് മനസ്സിലാക്കാം. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തിയിലുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഒരു കൃത്യമായ ഓർഡറിൽ പോകേണ്ടുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ അടുക്കും ചിട്ടയും ഇല്ലാതെ അതിൻ്റെ ഓർഡർ മാറി വരുന്ന ഒരവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കാം. അപ്പോൾ പലപ്പോഴും ഈ BPD എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. കാരണം വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ കൂടിയും വളരെ സൂക്ഷ്മമായ വിലയിരുത്തലുകളിൽ കൂടിയും മാത്രമേ നമുക്ക് BPDയെയും അതുപോലെ തന്നെ ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ SPD എന്ന് പറയും, ഇതിനെ രണ്ടിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മിക്കപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ BPDയിൽ പലപ്പോഴും ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ മൂഡ് വേരിയേഷൻ, ഈ മൂഡ് വേരിയേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ബൈപോളാർ ഡിസോർഡറും അതേപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ചിലപ്പോൾ ഒന്ന് തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതും കാണാറുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, മാനസിക രോഗങ്ങളെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മുടെ ഒരു അറിവിലേക്കായിട്ട് നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ രോഗമെന്നും അസുഖമെന്നും തരംതിരിച്ച് വിളിക്കാൻ സാധിക്കും. കാരണം രോഗം എന്ന് പറയുന്ന സമയത്ത് അത് ശരീരത്തിൻ്റെ തലത്തിൽ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമാണ്, അത് ശരീരത്തിലാണ് ബാധിക്കുന്നത്. ആ ക്യാൻസറിന് മെഡിസിൻ കഴിക്കണം, മെഡിസിൻ ഉപയോഗിക്കണം. എന്നാൽ അസുഖം എന്ന് വിളിക്കുന്ന സമയത്ത് സുഖമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അസുഖങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ശരീരത്തിലല്ല, അത് ശരീരത്തിൻ്റെ തലത്തിൽ നിന്ന് വിട്ട് മനസ്സിൻ്റെ തലത്തിലേക്കാണ്. അപ്പോൾ അസുഖങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രേമിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ആ പ്രേമിച്ച പെൺകുട്ടി ഉപേക്ഷിച്ച് പോകുമ്പോൾ അയാളുടെ മനസ്സിനൊരു സുഖമില്ലാത്ത അവസ്ഥ വരുന്നു. അതിനെ നമുക്ക് അസുഖം എന്ന് വിളിക്കാം. അതിന് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല, അത് വിദഗ്ധമായിട്ടുള്ള തെറാപ്പികളിൽ കൂടിയൊക്കെ നമുക്ക് കൗൺസിലിങ്ങിൽ കൂടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അവസ്ഥ അതൊരു വ്യക്തിത്വത്തിൻ്റെ വൈകല്യമായിട്ടാണ് നമ്മളതിനെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വൈകല്യമായതിനാൽ ഇതിന് മെഡിസിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സൈക്കോളജിക്കലായിട്ടുള്ള പല മെത്തേഡുകളുമാണ് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ BPDക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരു ഭാഗം അമിഗ്ഡല എന്ന് പറയുന്ന അമിഗ്ഡലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന അമിഗ്ഡലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവും അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ഫ്രണ്ടൽ ലോബുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് BPDയിലേക്ക് നയിക്കാം. അത്തരം അവസ്ഥകളിൽ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുകൂടി സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൂടി കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയപ്പെടുന്നത് മൂഡ് സ്വിംഗ് തന്നെയാണ്. അതായത് മൂഡ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തിത്വ വൈകല്യമുള്ള ആളുകളിൽ മൂഡ് വളരെ പെട്ടെന്ന് മാറുന്നതും അതേപോലെ തന്നെ മൂഡ് വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതും കാണാം. അത് മൂഡിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണെന്ന് പറയും. സന്തോഷമാണെങ്കിൽ സന്തോഷത്തിൻ്റെ എക്സ്ട്രീം ലെവൽ, സങ്കടമാണെങ്കിൽ സങ്കടത്തിൻ്റെ എക്സ്ട്രീം ലെവൽ. ഇത് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഈ മൂഡ് വേരിയേഷൻ മാറിയിട്ട് നോർമൽ അവസ്ഥയിലേക്ക് ആളുകൾ വരുന്നത് കാണാം. അപ്പോൾ എന്താണ് BPD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ, തീവ്രമായ വികാരം, ആ വികാരത്തിനെ അവന് ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സാധാരണയായിട്ട് നമ്മൾ പറയും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു പട്ടിയെ നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ പട്ടിക്ക് നമ്മളോട് സ്നേഹം വന്നാൽ വാലാട്ടും, അതിന് ദേഷ്യം വന്നാൽ അത് കുരച്ച് ചാടും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പട്ടിക്ക് സ്നേഹം വന്നു കഴിഞ്ഞാൽ വാലാട്ടാതിരിക്കാൻ സാധിക്കില്ല. വാല് ആട്ടി തന്നെ അത് സ്നേഹം പ്രകടിപ്പിക്കും. ഒരിക്കലും അതിനെ പിടിച്ചു വെക്കാൻ സാധിക്കില്ല. എന്നാൽ മനുഷ്യന് സ്നേഹം വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുവാനും ഉമ്മ വയ്ക്കുവാനും അതോടൊപ്പം സ്നേഹമില്ലാത്തതുപോലെ ഇരിക്കാനും സാധിക്കും. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബ്രെയിൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാനും ഹാൻഡിൽ ചെയ്യുവാനും കപ്പാസിറ്റി ഉള്ള ഒരു ജീവിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തീവ്രമായ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയോട് കൂടിയിട്ടുള്ള അവൻ്റെ പെരുമാറ്റ വൈകല്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് BPD അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ ഇത്തരം ആളുകളിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസീവ് ഡിസോർഡർ എന്ന് വിളിക്കും നമ്മളതിനെ. അതായത് എടുത്തുചാട്ടം, ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുക. അത് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ എടുത്തു ചാട്ടം, ഒന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരം ആളുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം വന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പലപ്പോഴും അവർ മറ്റുള്ളവർക്ക് ഉപദ്രവകാരികളായിട്ട് മാറുന്നതും കാണാം. അത് ഫിസിക്കൽ തലത്തിലേക്ക് അല്ലെങ്കിൽ ശാരീരികമായ തലത്തിലേക്ക് പോലും അടിക്കുക, ഇടിക്കുക, ശക്തമായിട്ട് തെറിവിളിക്കുക, ഇങ്ങനെ പലതും നമ്മൾ ഇവരിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്വയം വേദനിപ്പിക്കുക എന്നുള്ളതാണ്. സ്വയം വേദനയിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ആളുകളിൽ നമുക്ക് കാണാം ബ്ലേഡ് കൊണ്ട് കൈമുറിക്കുക, ചില സാധനങ്ങളെടുത്ത് തലയിലിടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമോഷൻ വരുന്ന സമയത്ത് ചുമരിലിട്ട് തലയിടിക്കുക, നെഞ്ചിൽ ശക്തമായിട്ട് ഇടിച്ച് കരയുക, അല്ലെങ്കിൽ ഭിത്തിയിൽ കൈകൊണ്ട് ശക്തമായിട്ട് ഇടിച്ച് സ്വയം പരിക്കേൽപ്പിക്കുക. ഇതൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം ആളുകൾ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പഠനങ്ങൾ കാണിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ആളുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായിരിക്കും. മാത്രമല്ല ഇവർ അസാധാരണമായ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്ന കാണാം. ഒന്നിലധികം വ്യക്തികളുമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റി നടത്തുകയും ആ സെക്ഷൽ ആക്ടിവിറ്റിയിൽ തന്നെ നോർമൽ സെക്ഷൽ ആക്ടിവിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പ്രകൃതി വിരുദ്ധത എന്നൊക്കെ പറയും നമ്മൾ. അത്തരത്തിൽ വളരെ വിചിത്രമായ രീതിയിലൊക്കെ ഇവർ സെക്ഷൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ എടുത്തുചാട്ടം, ഇവരുടെ ലക്ഷണം നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കുന്നത്, ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ കയറി കഴിഞ്ഞാൽ കയ്യിൽ പൈസയുണ്ടോ എന്നൊന്നും ഇവർ നോക്കാറില്ല. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്, ഒരു സ്ത്രീയാണ് BPD ഉള്ളതെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സാരി കണ്ടു, അതിൻ്റെ വില 25,000 ആണ്, പണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല, ഈ സാരി അവർ വാങ്ങിക്കും. ആ സാരി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഷോപ്പിൽ വേറൊരു സാരി കണ്ടു കഴിഞ്ഞാൽ പണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ നാളെ ലോൺ അടക്കാൻ വെച്ച പൈസയാണ് എന്നിരുന്നാൽ പോലും അതുകൂടി എടുത്ത് അവർ ഈ സാരി വാങ്ങിക്കുന്നത് കാണാം. അപ്പോൾ ഇമ്പൾസീവ് ഡിസോർഡറിന് സമാനമായി തന്നെ ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടമാണ് പ്രധാനമായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റികളിൽ കാണാറുള്ളത്. കൂടാതെ മാനസിക അസ്വസ്ഥത കാരണം ആത്മഹത്യാ പ്രവണതയിലേക്ക് ഇവർ നീങ്ങുന്നത് കാണാറുണ്ട്. സാധാരണയായിട്ട് ഈ ആത്മഹത്യാ പ്രവണത മരണത്തിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ലെങ്കിലും പലപ്പോഴും ഈ BPD ഉള്ള ആളുകൾ മറ്റുള്ളവരെ പേടിപ്പിക്കാനാണെങ്കിൽ പോലും ഒരു 3 ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് ഞാൻ 10 ടാബ്ലറ്റ് കഴിച്ചു, ഞാൻ മരിക്കാൻ പോവാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇവർ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇവരിൽ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ മിക്കപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ആളുകൾ സൂയിസൈഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തന്നെ ട്രിഗർ ചെയ്യുന്ന വ്യക്തിയെ, ഇപ്പോൾ പറയാൻ കാരണം ട്രിഗർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ആളുകൾക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. എസ്പെഷ്യലി ഓപ്പോസിറ്റ് ജെൻഡറിനോട്, ഒരാണാണെങ്കിൽ പെണ്ണിനോടും പെണ്ണാണെങ്കിൽ ആണിനോടും ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്
ഇവർക്ക് വളരെ ഈസി ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ എടുത്തുചാടി ബന്ധം ഉണ്ടാക്കിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അവരുമായിട്ട് ദേഷ്യപ്പെടുകയും അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ആ ദേഷ്യം പിന്നീട് കടുത്ത വെറുപ്പിലേക്ക് പോവുകയും തുടർന്ന് അങ്ങോട്ടേക്ക് ആ ബന്ധത്തിനെ അവർ മുറിച്ചു കളയുകയും പിന്നീട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പഴയ റിലേഷനുള്ള സ്ത്രീയുടെ മുന്നിൽ കൂടി ആ പുതിയ ബന്ധത്തിലുള്ള ആളെ കൂട്ടിയിട്ട് നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ വളരെ വികലമായിട്ട് ചിന്തിക്കാതെ എടുത്തു ചാടിയിട്ട് സ്വന്തം ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ തീവ്രമായ വികാര പ്രകടനങ്ങളിൽ കൂടി, അത് ഏത് വികാരമായാലും അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ പോയിട്ട് സ്വഭാവത്തിൻ്റെ വൈകല്യം കാണിക്കുന്ന ഒരു മാനസിക അസുഖമാണ് യഥാർത്ഥത്തിൽ BPD അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പരിഹാരം എന്ന് ചോദിച്ചാൽ, പരിഹാരം വിദഗ്ധമായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടുകൊണ്ട് ഇത് ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് വളരെ വ്യക്തമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കേസുകളിൽ അത് ഒരു സൈക്യാട്രിക് സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് രോഗിയെ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഏതാണ് എന്ന് നിഗമനത്തിൽ എത്തിപ്പെടേണ്ട അവസ്ഥ പോലും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ബൈപോളാർ ഡിസോർഡറും അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും പലപ്പോഴും നിരീക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ മാറിപ്പോകാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ നമുക്ക് വിദഗ്ധമായിട്ടുള്ള സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും കൗൺസിലിങ്ങും കൊണ്ട് നമുക്കത് പതുക്കെ ആ വ്യക്തിയെ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നിന്നും ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്. ഒരു വ്യക്തിക്ക് അവൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിപ്പെടുന്ന ടൈപ്പിലുള്ള വ്യക്തിത്വത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ.